പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള, അതായത് 1200 കർക്കിടക മാസം 21 മുതൽ 27 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവൻ രാശിയിലുമില്ല. മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ, കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ കുജൻ ചൊവ്വ, ധനുരാശിയിൽ ചന്ദ്രൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത്. ഇന്ന് വൃശ്ചിക രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2ാം ഭാവത്തിൽ ചന്ദ്രൻ, 4ൽ രാഹു, 5ൽ ശനി, അഷ്ടമത്തിൽ ഗുരുശുക്രന്മാർ, 9ാം ഭാവത്തിൽ കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ, 10ാം ഭാവത്തിൽ കേതു, 11ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയധിപനായ ചൊവ്വ 11ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സലാഭ എന്ന ഫലത്തോടു കൂടി, സലാഭ ലാഭേന സഹ വർത്തതേ എന്ന ഫലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. 2ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ ചന്ദ്രൻ നിൽക്കുന്നതും ധാന്യലാഭ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായ ചില ലാഭങ്ങളൊക്കെ വരാം. ഇവിടെ കുടുംബ പശ്ചാത്തലം, കുടുംബ വിഷയമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛാ വശം ദർശനയാതി ദേവാംഗനാഭി. തൻ്റെ കുടുംബത്തിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥ വരിക, ദേവസ്ത്രീ പോലും തൻ്റെ കൈവശത്തിൽ അധീനതയിൽ വന്നു ചേരുക. അതിനാൽ ദാമ്പത്യ സ്വസ്ഥതയ്ക്ക് സുഖത്തിനപ്പുറം ചില സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വരിക. അതിലൂടെ ദാമ്പത്യത്തിൽ ക്ലേശങ്ങളും അനിഷ്ടതകളും ഉണ്ടാവും. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് വിവാഹപതി 7ാം ഭാവം, ഭാര്യാസുഖമൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രനാണ് വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നത്. അത് വ്യാഴത്തോടുകൂടെ നിൽക്കുന്നു. ആ ഗുരുശുക്രന്മാരുടെ യോഗം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വൃശ്ചികൻ രാശിയിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും. അതിനാൽ പലപ്പോഴും അനുചിതമായ, കുലത്തിന് ഉചിതമല്ലാത്ത കർമ്മങ്ങളിലൂടെ പോവുക, സ്ത്രീ സൗഹൃദങ്ങളിലൂടെ മുന്നോട്ട് പോവുക തുടങ്ങിയ കുറേ വിഷയങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് അഭിമുഖീകരിക്കാനുണ്ട്. ശ്രദ്ധിക്കുക. പലപ്പോഴും ദാമ്പത്യ വിഷയത്തിനപ്പുറം വൃശ്ചികൻ രാശിക്കാർക്ക് തീർത്ഥാടനം, മനസ്സിന് ഉല്ലാസം നൽകുക, ഒരു തപസ്യയെപ്പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. മെഡിറ്റേഷൻ ചെയ്ത് കൂടുതൽ ആത്മീയമായ വിഷയങ്ങളിലേക്ക്, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് അപ്രകാരമുണ്ടാകുന്ന മാനസികമായ സ്വസ്ഥതയായിരിക്കാം വൃശ്ചികൻ രാശിക്കാർക്ക് ഫാമിലി ലൈഫിനേക്കാളും കൂടുതൽ വരിക. പലപ്പോഴും ഭാര്യാവിരഹം വരാം, സഞ്ചാരം വരും, തനിക്ക് ലാഭ വിഷയമൊക്കെ വന്ന് ഫാമിലിയെ വിട്ടു നിൽക്കുക, കുറച്ചു കാലം അകന്നു നിൽക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ വാരത്തിൽ വൃശ്ചികൻ രാശിയിൽ വരും. അതാണ് കുടുംബത്തിനോടുള്ള താല്പര്യം കുറയുക എന്നൊരു ഫലം വരുന്നത്. അന്യരുടെ കുറ്റങ്ങളും ന്യൂനതകളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ 11ൽ ചൊവ്വ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അതിലൂടെ തനിക്ക് നേട്ടമല്ല ഉണ്ടാവുക. തൻ്റെ ഈ ഒരു പരാമർശങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളും കേൾക്കുന്ന വ്യക്തികൾക്ക് തന്നോട് അവമതി, തന്നോട് നീരസമാണ് തോന്നുക എന്ന് മനസ്സിലാക്കണം. ഈ വാരത്ത് പ്രത്യേകിച്ച് നന്നായി വിഷ്ണു ദേവീ സങ്കേത ദർശനമായിരിക്കും കൂടുതൽ അഭികാമ്യമായി വരിക. ഉദരസംബന്ധമായ രോഗങ്ങളും പാദങ്ങൾക്ക് പെട്ടെന്ന് വൈകല്യങ്ങൾ, വീഴ്ച വരുന്ന വാരവുമാണ്. ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.